മാത്രമല്ല 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് DGPക്ക് കൈമാറിയ ശേഷം റഹീസ് പറഞ്ഞതുപോലെ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ കോടതിയുടെ ഫൈൻഡിങ്സ് വരുന്നത്. റഹീസ് ചെമ്പ് പാളി എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട്. മാത്രമല്ല ദേവസ്വം കമ്മീഷണറുടെ തീരുമാനം സംശയകരമാണ്. ദേവസ്വം ബോർഡിന്റെ രേഖകളെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത്. വിനിത, പ്രധാനപ്പെട്ട കാര്യം വരുന്നു. കേസെടുത്ത് അന്വേഷിക്കണം, പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ പറയുന്നു. 6 ആഴ്ചത്തെ സാവകാശമാണ് കാലയളവിനുള്ളിൽ തന്നെ ശബരിമല സ്വർണ്ണ മോഷണത്തിൽ SIT അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നതാണ്. കേസെടുത്ത് അന്വേഷിക്കാൻ SITക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നു ഹൈക്കോടതി. SIT മറുപടി പറയേണ്ടത് ഹൈക്കോടതിയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകുകയും വേണം. കേസെടുത്ത് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. SIT കേസെടുക്കും എന്നുറപ്പാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ഉദ്യോഗസ്ഥർ, കോടതി പരാമർശിച്ച ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പ്രതി ചേർക്കപ്പെടുമല്ലേ റഹീസ്? വിനിത, അങ്ങനെയാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SIT ഉത്തരം പറയേണ്ടത് ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ചിനോട് മാത്രമാണ്. സ്വതന്ത്രമായ ഒരു അധികാരം SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ SITക്ക് ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ച് നൽകിയിരിക്കുന്നു. അവരുടെ അന്വേഷണ പുരോഗതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ചിനെ മാത്രം അറിയിച്ചാൽ മതി. മറ്റൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇതിലുണ്ടാകരുത് എന്നുറപ്പിച്ചിട്ടാണ് ഹൈക്കോടതി അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അതായത് കേസെടുത്ത് അന്വേഷിക്കണം, 6 ആഴ്ചക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം, 2 ആഴ്ചയിൽ ഒരിക്കൽ, അതായത് 12 ദിവസത്തിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകുന്നു. വിശ്വാസ്യതയുള്ള ഓഫീസർമാർ തന്നെ അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ SP S ശശിധരൻ ഇപ്പോൾ SITയിൽ അന്വേഷണവുമായി എത്തുന്നത്. റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, നിഷ്പക്ഷം, സമഗ്രം, അത്രയും ക്ലാരിറ്റിയോടെ തന്നെ കോടതി പറയുന്നു നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. അപ്പോഴാണ് ശ്രദ്ധേയമായ പരാമർശവും വരുന്നത്. SIT ഹൈക്കോടതിയോട് മാത്രം മറുപടി പറഞ്ഞാൽ മതിയാകും. ഇതിൽ നമുക്കറിയാം പലതരത്തിലുള്ള സംശയ മുനകളുണ്ട്. അതൊക്കെ നീളുന്നത് മുൻ മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും വരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം SITക്ക് വരുന്നത്, അല്ലേ റോഷിപാൽ? വിനിത, അങ്ങനെയാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വം കൂടി സംശയമുനയിലായ ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാൽ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന ബോധ്യം ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കർശനമായ നിർദ്ദേശം കൂടി ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും രഹസ്യമായ അന്വേഷണം, അതിനപ്പുറത്തേക്ക് കോടതിയോട് മാത്രമേ ഈ അന്വേഷണ സംഘത്തിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. കാര്യങ്ങൾ കൃത്യമായി 2 ആഴ്ച കൂടുമ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തണം, അന്വേഷണ പുരോഗതി കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന നിർദ്ദേശം. 6 ആഴ്ച അന്വേഷണ സമയം, നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം, വിശദമായും സമഗ്രമായും അന്വേഷിക്കണമെന്ന നിർദ്ദേശം കൂടി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുന്നുണ്ട്. ADGP ലോ ആൻഡ് ഓർഡർ വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് SP ശശിധരൻ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപക്ഷെ കേരളമാകെ ഞെട്ടിയ ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണം, കാരണം ആദ്യഘട്ടത്തിൽ അത് സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു, ഇപ്പോഴത് സ്വർണ്ണ മോഷണം സ്ഥിരീകരിക്കുകയാണ്. കാരണം ഈ ചെമ്പ് പാളിയിൽ പതിച്ച സ്വർണം അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നതറിയണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത്. 6 ആഴ്ചയാണ് അന്വേഷണ സംഘത്തിന് ഈ ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇപ്പോൾ സമർപ്പിച്ച വിജിലൻസ് സംഘം, ദേവസ്വം വിജിലൻസ് സംഘം നൽകുന്ന ആ റിപ്പോർട്ട് അത് DGPക്ക്, പോലീസ് മേധാവിക്ക് നൽകും. DGP കൊച്ചിയിൽ തന്നെയുണ്ട്. കൊച്ചിയിലുള്ള DGP റാവണ ചന്ദ്രശേഖരൻ ഒരു പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് മേധാവി ഈ റിപ്പോർട്ട് നേരിട്ട് തന്നെ കൈമാറാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് പരിശോധിച്ച് അതിലേതൊക്കെ സെക്ഷൻ ചേർക്കണമെന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു തീരുമാനമെടുത്തതിന് ശേഷം
ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് കൊച്ചിയിലുള്ള സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് തന്നെ ഒരുപക്ഷെ ദേവസ്വം വിജിലൻസ് മേധാവി ഈ റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത. ഇനിയുള്ള ദിവസങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ഒരുപക്ഷെ ദേവസ്വം ബോർഡിനെയും ഒപ്പം അന്നത്തെ മന്ത്രിയെ പോലും സംശയമുനയിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാകാം ഒരുപക്ഷെ കോടതി സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ബാഹ്യ ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജനാധിപത്യ രാജ്യത്തെ സുതാര്യത അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. കൃത്യമായി ഇതിൽ കോടതി പറയുന്നുണ്ട്, ശബരിമലയിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നതിൽ നിലപാട് വ്യക്തമാക്കുന്നു കോടതി. ജനാധിപത്യ രാജ്യത്തെ സുതാര്യത അനിവാര്യം, എല്ലാം സുതാര്യമായി തന്നെ നടന്നാൽ മതി. SITയുടെ അന്വേഷണം അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമാവുകയും വേണം. ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം വരുന്നു. റോഷിബാൽ, ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിനിടെ കോടതി ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ അതിലെ ദുരൂഹതയെക്കുറിച്ച് ദേവസ്വം കമ്മീഷണറുടെ ഉൾപ്പെടെ ഇടപെടലിനെ കുറിച്ചാണ് വിമർശിക്കുന്നത്. വിനീത, തീർച്ചയായും അങ്ങനെയുള്ള വിമർശനങ്ങൾ മാത്രമല്ല, ഇതിൽ വലിയ ഗൂഢാലോചന ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കൃത്യമായി ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ കോടതി കൃത്യമായ പരാമർശമുണ്ടായതാണ്. അഫിഡവിറ്റ് സമർപ്പിച്ചപ്പോൾ അതിൽ കൃത്യമായി കോടതി നിലപാടെടുത്തതാണ്. ഒന്ന്, ശബരിമലയിലെ ഓരോ കാര്യങ്ങളും അത് കൃത്യമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ശബരിമലയിൽ ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് നടത്തുന്നു എന്ന കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൂടി ഇതിൽ പറയുന്നത്. സത്യം വരുന്നതുവരെ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി വെക്കുന്നു. SIT അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മാധ്യമങ്ങളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകുന്നു. പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന കർശന നിലപാട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു. ഏതായാലും ഇതുവരെ കാണാത്ത ഒരു അന്വേഷണമാണ് സ്വാഭാവികമായും ശബരിമലയിൽ ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും അന്വേഷണ സംഘം. ഹൈക്കോടതിയെ കൃത്യമായി അന്വേഷണ പുരോഗതി 2 ആഴ്ച കൂടുമ്പോൾ ബോധ്യപ്പെടുത്തണം. 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ 3 ആഴ്ച അത് ബോധ്യപ്പെടുത്തുമ്പോഴത്തേക്ക് അന്വേഷണം പൂർത്തിയായി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. കൃത്യമായ നടപടി ആരൊക്കെ ഇതിൽ കുടുങ്ങുമെന്നാണ് അറിയേണ്ടത്. ഇതിൽ അന്നത്തെ ദേവസ്വം അധ്യക്ഷന് പങ്കാളിത്തമുണ്ടോ, ഒപ്പം മന്ത്രിയിലേക്ക് അന്വേഷണം എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇനിയും ഒട്ടേറെ പേരെ ചോദ്യം ചെയ്യേണ്ടത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പലരെയും ചോദ്യം ചെയ്തിട്ടില്ല. അവരെ കൂടി ഈ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മാത്രമല്ല, ഇതിൽ ADGP ലോ ആൻഡ് ഓർഡറിന്റെ മേൽനോട്ടം കൂടി ഉണ്ടാകും. അങ്ങനെ ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയാണ്. കാരണം സ്വർണം മോഷണം പോയി എന്ന സ്ഥിരീകരണത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഗൗരവത്തോടെയുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷമടക്കം ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്ന് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ്. ആ തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് കോടതി ഇപ്പോൾ എടുക്കുന്നത്. വിനീത.